ഒരു കാലത്ത് മലയാളത്തിന്റെ ശാലീന സുന്ദരിയായി അറിയപ്പെട്ടിരുന്ന താരമാണ് സിത്താര. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും സജീവമായിരുന്നു താരം. ചാണക്യൻ, നാടുവാഴികൾ, മഴവിൽ കാവടി, വചനം, ഗുരു, ചമയം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ചിത്രങ്ങളിൽ ഗംഭീര പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചതും. മലയാളത്തിൽ നായികയായും സഹനടിയായും നിരവധി ചിത്രങ്ങളിൽ താരം തിളങ്ങിയപ്പോൾ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ നടിയെ തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു. തമിഴിലും തെലുങ്കിലും തിളങ്ങിയിരുന്ന താരത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. മലയാളത്തിൽ മോഹൻലാലിനോടൊപ്പവും തമിഴിൽ സ്റ്റൈൽ മനൻ, രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം സിത്താര അഭിനയിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന സമയത്താണ് താരം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തത്. എങ്കിലും ഇടയ്ക്ക് താരം സിനിമയിലേക്ക് തന്നെ തിരികെ എത്തിയിരുന്നു. 50 വയസ്സ് കഴിഞ്ഞിട്ടും സിത്താര ഇപ്പോഴും അവിവാഹിതയാണ്. എന്തുകൊണ്ടാണ് താൻ ഇത്രയും നാളുകളായി വിവാഹിതയാകാത്തത് എന്ന ഒരു ചോദ്യത്തിന് മറുപടിയുമായാണ് താരം എത്തിയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ വിവാഹിതയാകുന്നതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ തീരുമാനത്തിൽ താൻ ഉറച്ചു നിന്നു. എന്നും അച്ഛനുമായി താൻ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. അപ്രതീക്ഷിതമായുണ്ടായ അച്ഛന്റെ വിയോഗത്തിന് ശേഷം തനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതവുമായി താൻ പതുക്കെ പൊരുത്തപ്പെടുന്നതായും അതിനാലാണ് വിവാഹം നടക്കാതെ പോയതെന്നുമാണ് നടി വ്യക്തമാക്കിയത്. എങ്കിലും തനിക്ക് നേരത്തെ ഒരു പ്രണയമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ താരം അത് ആരാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.